the end of second session as well. Now I invite sir to please speak a few words and enlighten the crowd. Sir, please. പ്രിയമുള്ളവരെ, ആദ്യം തന്നെ രാജേഷിനും ടീമിനും ഒരു വലിയ അഭിനന്ദനങ്ങൾ. മുമ്പ് പവൻ പറഞ്ഞതുപോലെ പൊതുവെ ഷോർട്ട് ഫിലിംസിനെ എൻകറേജ് ചെയ്യുന്ന ഫെസ്റ്റിവൽസ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ, കേരളത്തിലും കുറവാണ്. നമുക്ക് ചലച്ചിത്ര അക്കാദമിയുടെ ഗവൺമെൻറ്റിൻ്റെ IFDFCയും IFDFCയൊക്കെ ഉണ്ട്. പിന്നീട് എനിക്ക് തോന്നുന്നു നമ്മളുടെ സയൻസ്, ഇത് രണ്ടും ഒഴിച്ചാൽ ഒരു ഷോർട്ട് ഫിലിമിനെയും ഡോക്യുമെൻ്ററികളെയും എൻകറേജ് ചെയ്യുന്ന ഫെസ്റ്റിവൽസ് പൊതുവേ മലയാളത്തിൽ കുറവാണ്. ഇന്ത്യയിൽ മൊത്തത്തിലും അങ്ങനെ തന്നെയാണ്. നമുക്കൊരു ഡോക്യുമെൻ്ററി ഫെസ്റ്റിവൽ, ഇന്ത്യ മാമിയുടെ ഒരു ഡോക്യുമെൻ്ററി ഫെസ്റ്റിവൽ കൂടാതെ ഇന്ത്യയിലും പൊതുവെ ഡോക്യുമെൻ്ററി ഫെസ്റ്റിവലുകളും ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലുകളും ഒക്കെ കുറവാണ്. ഈ ഒരു അവസരത്തിൽ ഇത്രയും വിപുലമായി ഒരു ഫസ്റ്റ് എഡിഷൻ തന്നെ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ചെറിയ കാര്യമല്ല. ഏതാണ്ട് 400-ൽ കൂടുതൽ എൻട്രികൾ ഉണ്ടായി എന്നാണ് മനസ്സിലാവുന്നത്. അതൊരു ചെറിയ നമ്പറല്ല. 400ഓളം ആളുകൾ ഷോർട്ട് ഫിലിമുകൾ നിർമ്മിക്കുന്നു, മത്സരങ്ങൾക്ക് അയക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിൻ്റെ അർത്ഥം അത്രയേറെ ആളുകൾ സിനിമയിലേക്ക് വരുവാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഷോർട്ട് ഫിലിം എന്നുള്ളത് നമ്മളൊക്കെ കാണുന്നത് എപ്പോഴും സിനിമയ്ക്ക് മുമ്പുള്ള ഒരു സ്റ്റെപ്പായിട്ട് തന്നെയാണ്. എല്ലാവരും അതിനെ അപ്രോച്ച് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോർട്ട് ഫിലിം എത്രമാത്രം ഡിഫറൻ്റ് ആകാം, അതെത്രമാത്രം ആർട്ടിസ്റ്റിക് ആകാം, അതെത്രമാത്രം പൊളിറ്റിക്കലാകാം എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളൊരു ഷോർട്ട് ഫിലിം എടുക്കുമ്പോൾ, ഈ പറഞ്ഞ 400 ഷോർട്ട് ഫിലിമുകൾ എടുക്കുമ്പോൾ അതിൽ മുന്നിൽ എത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതെങ്ങനെയാണ് മുന്നിൽ എത്തുക എന്നുള്ളത് ഈ പലപ്പോഴും പല സ്ഥലങ്ങളിലും ഷോർട്ട് ഫിലിമുകളുടെയൊക്കെ ജൂറി ആയിട്ടിരിക്കുമ്പോഴൊക്കെയും നമുക്ക് മുന്നിൽ വരുന്നൊരു പ്രധാന പ്രശ്നം, ഈ ഷോർട്ട് ഫിലിമുകൾ നമ്മൾ നിർമ്മിക്കുന്നത് നമ്മുടെ ടെലിവിഷന് വേണ്ടിയിട്ടാണ്. അതായത് ഒരു ടെലിവിഷൻ്റെ സീരിയലുകൾ അല്ലെങ്കിൽ ടെലിഫിലിമുകൾ എന്നുള്ളൊരു ചട്ടക്കൂട്ടിലേക്കാണ് പലപ്പോഴും നമ്മുടെ ഷോർട്ട് ഫിലിമുകൾ ഭൂരിപക്ഷവും നിർമ്മിക്കപ്പെടുന്നത്. അതൊരു വലിയ അപാകതയാണ്. അതിനെ മറികടന്ന് അതിൻ്റെ ഫോമിനെ എങ്ങനെ നമുക്ക് പൊളിച്ചെഴുതാം, അതിൻ്റെ ഒരു നറേഷനെ എങ്ങനെ മാറ്റാം, ഏറ്റവും കൂടുതൽ എക്സ്പെരിമെൻ്റൽ ആകുവാനുള്ള ഒരു പ്രധാനപ്പെട്ട മീഡിയമാണ് ശരിക്കും ഷോർട്ട് ഫിലിം. അത് നമ്മൾ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ, അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഷോർട്ട് ഫിലിമാണ് ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു സിനിമയുടെ ഫോമിനെ തന്നെ, അതിൻ്റെ എല്ലാ നറേറ്റീവ് രീതികളെയും മറികടന്ന് അതിനെ ഒരു ഡിഫറൻറ്റ് സ്പേസിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. അങ്ങനെയാണ് അത് ശ്രദ്ധിക്കപ്പെടുന്നത്. നമ്മളൊരു സ്ഥിരം പാറ്റേണിൽ നമ്മളൊരു ടെലിഫിലിം എടുക്കുന്ന രീതിയിൽ, ഒരു ടെലിവിഷൻ സീരിയൽ എടുക്കുന്ന രീതിയിലൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അതിന് യാതൊരു പുതുമയുമില്ല. അതിനെ എത്രമാത്രം ഡിഫറൻ്റ് ആക്കാം എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള ഒരു ചോദ്യചിഹ്നം. ദൗർഭാഗ്യവശാൽ മലയാളത്തിലും ഇന്ത്യയിൽ പൊതുവേ നിർമ്മിക്കപ്പെടുന്ന ഷോർട്ട് ഫിലിമുകളുടെ മൊത്തം ഒരു ഏതാണ്ട് 80% രീതിയുമെന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ടുള്ള ഒരു ടെംപ്ലേറ്റുകളിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നതാണ്. അതിനെ പൊളിച്ചെഴുതാൻ നമ്മൾ നിർബന്ധിക്കുന്നില്ല. അതിനെ എത്രമാത്രം പൊളിക്കാമോ അതാണ് ഏറ്റവും നല്ല മാർഗം. അതിനെ നമുക്ക് നിങ്ങൾക്കൊരു 1-2 അവസരമാണ് കിട്ടുക. ഒരു ഷോർട്ട് ഫിലിം മേക്കേഴ്സിന് കിട്ടുന്നത് ഫീച്ചർ ഫിലിം മേക്കേഴ്സിനെ പോലെ തന്നെയാണ്. ഷോർട്ട് ഫിലിം മേക്കേഴ്സിന് കിട്ടുന്നത് 2-3 അവസരങ്ങളാണ്. നിങ്ങളുടെ ഷോർട്ട് ഫിലിം ആദ്യത്തെ അറ്റംപ്റ്റിൽ അല്ലെങ്കിൽ 2ാമത്തെയോ 3ാമത്തെയോ അറ്റംപ്റ്റിൽ അതിൻ്റെ ഒരു കണ്ടൻറ്റ് കൊണ്ട് മറ്റുള്ളവരെ അതിശയപ്പെടുത്തുന്നില്ലെങ്കിൽ, അതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ കൊണ്ട് അതിശയപ്പെടുത്തുന്നില്ലെങ്കിൽ, നിങ്ങൾ ഈ 100-400 പേരിൽ ഒരാളായി മാറിപ്പോവും. അതല്ലെങ്കിൽ 4000 പേരിൽ ഒരാളായി മാറിപ്പോവും. അതിനെ മറികടക്കുന്നത് നിങ്ങളുടെ വിഷൻ കൊണ്ടാണ്. നിങ്ങളതിനെ എത്രമാത്രം എക്സ്പെരിമെൻ്റലാക്കുന്നു, എത്രമാത്രം മറ്റുള്ള സ്ഥിരം പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു എന്നുള്ളതാണ് അതിനെ ആശ്രയിച്ചിരിക്കുന്നത്. അതിനേറ്റവും നമ്മളെ സഹായിക്കുന്നത് പുറത്തു നിന്നുണ്ടാകുന്ന ഡോക്യുമെൻ്ററികളും പുറത്തു നിന്നുണ്ടാകുന്ന ഷോർട്ട് ഫിലിംസും ഒക്കെ കാണുക എന്നുള്ളത് തന്നെയാണ്. അത്തരം കാണുമ്പോഴാണ് നമുക്കിതിനെ എത്രമാത്രം ഫലപ്രദമായി മാറ്റാം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ആ തരത്തിൽ ഒരു പൊളിച്ചെഴുത്ത് നമ്മളുടെയൊക്കെ ഒരു കൺസെപ്റ്റിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോഴൊരു പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ ഇങ്ങനെയൊരു സ്പേസ് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഷോർട്ട് ഫിലിംസ് പ്രദർശിപ്പിക്കാനുള്ളൊരു വേദി, നിങ്ങളുടെ ഷോർട്ട് ഫിലിംസ് മത്സരിക്കുവാനുള്ള ഒരു വേദി, നിങ്ങൾക്കൊക്കെ ഫെസ്റ്റിവലുകളിലേക്ക് നാഷണൽ ആയാലും
അന്താരാഷ്ട്രമായാലും ഒക്കെയുള്ള ഫെസ്റ്റിവലുകളിലേക്ക് പോകുവാനുള്ള ഒരു വേദിയൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒട്ടേറെ ഫെസ്റ്റിവലുകളുണ്ട്. നമ്മളുടെ ഷോർട്ട് ഫിലിംസിന് മാത്രമായിട്ട് എക്സ്ക്ലൂസീവായിട്ടുള്ള ഫെസ്റ്റിവലുകളുണ്ട്, ഡോക്യുമെൻ്ററീസിന് മാത്രമായിട്ട് എക്സ്ക്ലൂസീവായിട്ടുള്ള ഫെസ്റ്റിവലുകളുണ്ട്, പ്രധാനപ്പെട്ട ഫീച്ചർ ഫിലിംസ് ഫെസ്റ്റിവലുകളുടെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വേദികളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ അറിയാനുള്ള ഒരു പ്രധാന നമ്മൾ അറിയേണ്ട ഒരു പ്രധാന ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണമായി ഫീച്ചർ ഫിലിം എടുക്കും. ഫീച്ചർ ഫിലിമാണ് നമ്മൾ നമ്പർ കുറവ് എന്ന് പറയാം. ഷോർട്ട് ഫിലിമുകൾ ധാരാളമായി ഉണ്ടാകുന്നുണ്ട്. ഫീച്ചർ ഫിലിമുകൾ പോലും ലോകത്തെ പ്രധാനപ്പെട്ട ഒരു ചലച്ചിത്ര മേളകളിൽ അവിടേക്ക് എൻട്രി വരുന്ന ഫീച്ചർ ഫിലിമുകളുടെ എണ്ണം എന്ന് പറയുന്നത് ആയിരക്കണക്കിനാണ്. ഒരുപക്ഷെ ഒരു പ്രധാന മേളയിൽ ഫീച്ചർ ഫിലിം വരുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു 5000-വും 10,000-വും ഒക്കെയാണ് ഫീച്ചർ ഫിലിം തന്നെ എൻട്രി വരുന്നത്. അതിൽ നിന്നൊരു 40-50 സിനിമകളാണ് സെലക്ട് ചെയ്യപ്പെടുന്നത്. ഷോർട്ട് ഫിലിമുകളുടെ കാര്യം വരുമ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടിയിൽ അധികമായിരിക്കാം ഷോർട്ട് ഫിലിമുകൾ ഒരു ഫെസ്റ്റിവലിലേക്ക് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 10,000-15,000 ഒക്കെ ഷോർട്ട് ഫിലിംസ് വരുന്ന ഒരു സ്ഥലത്ത് നിങ്ങളുടെ ഷോർട്ട് ഫിലിം ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ അതിന് മറ്റ് യാതൊരു ഷോർട്ട്കട്ടുമില്ല. നിങ്ങളുടെ കണ്ടൻറ് എന്താണ് എന്നുള്ളതാണ് പ്രധാനം. നിങ്ങളുടെ അതിനെ എങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് പ്രധാനം. നിലവിലുള്ള കണ്ട് ശീലിച്ച രീതികളിൽ നിന്ന് നിങ്ങളെങ്ങനെ വഴിമാറി നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അത് നിങ്ങളതിനെ പൊളിറ്റിക്കലായിട്ട് എങ്ങനെ ടേക്കപ്പ് ചെയ്യുന്നു, നിങ്ങളതിനെ ആർട്ടിസ്റ്റിക്കായിട്ട് എങ്ങനെ ടേക്കപ്പ് ചെയ്യുന്നു, നിങ്ങളതിനെ ഒരു എക്സ്പെരിമെൻ്റലായിട്ട് എങ്ങനെ കൊണ്ടുപോകുന്നു. ഇത് 3 ഘടകങ്ങൾ അതിനകത്ത് പ്രധാന കാര്യമാണ്. ഈ 3 ഘടകങ്ങളില്ലാതെ ഈ ഒരു മത്സരത്തിൽ നിങ്ങൾക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എപ്പോഴും ഷോർട്ട് ഫിലിം ആയാലും ഫീച്ചർ ഫിലിം ആയാലും നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പൊളിച്ചെഴുത്തലുകളാണ്. അത് നമ്മളൊരു പറച്ചിലുണ്ടല്ലോ, നമുക്ക് ഒരു ഫിലിം മേക്കിങ്ങിൻ്റെ ലോ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്, അതിൻ്റെ റൂൾസ് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. റൂൾസ് പഠിക്കുന്നത്, ഫിലിം മേക്കിങ്ങിൻ്റെ റൂൾ പഠിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഷോർട്സ് വെക്കുന്നത് ഇന്ന രീതിയിലാവണം എന്നുള്ള പരമ്പരാഗതമായ നമ്മളുടെ ഒരു അക്കാഡമിക്കൽ കൺസെപ്റ്റുണ്ട്. ആ കൺസെപ്റ്റിനെ പൊളിച്ചെഴുതുവാനാണ് നിങ്ങൾ റൂൾ പഠിക്കേണ്ടതാണ്. റൂൾ പഠിക്കേണ്ടത് റൂളിനെ എങ്ങനെ പൊളിക്കാം എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ ആ റൂളിനെ അതേപടി പിന്തുടരാൻ വേണ്ടിയിട്ടല്ല. റൂൾ അറിഞ്ഞാലേ നിങ്ങൾക്ക് ആ റൂളിനെ പൊളിക്കാൻ പറ്റുകയുള്ളൂ. റൂൾ അറിഞ്ഞിട്ട് ആ റൂളിനെ അങ്ങനെ തന്നെ അഡോപ്റ്റ് ചെയ്ത് പോകാനാണെങ്കിൽ അതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അതിനെ പൊളിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ മുൻപോട്ടുള്ള പോക്കിൽ നിങ്ങളുടെ പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റാൻഡിൽ നിങ്ങളിതിനെല്ലാം പൊളിച്ചെഴുതുക, നിങ്ങളുടെ ആർട്ടിസ്റ്റിക്കായിട്ടുള്ള സ്റ്റാൻഡിൽ നിങ്ങളിതിനെ പൊളിച്ചെഴുതുക, നിങ്ങളുടെ കണ്ടൻറ്റിൽ നിങ്ങൾ നിരന്തരം എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ എക്സ്പെരിമെൻ്റാണ് നിങ്ങളെ ഓരോ സിനിമകളിൽ നിന്നും മറ്റുള്ള സിനിമകളിൽ നിന്നും നിങ്ങളെ വേറിട്ട് നടത്തുന്നത്. അതാണ് നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി. അപ്പോൾ ആ ഐഡൻറ്റിറ്റി സ്വന്തമായി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിന് നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു അക്കാഡമിക്കലായിട്ടുള്ള ഒരു പിൻബലം വേണമെന്നില്ല. നിങ്ങൾക്കൊരു പക്ഷേ ആരുടെയെങ്കിലും കൂടെ നിന്ന് മനസ്സിലാക്കണമെന്നുള്ള ഇതൊന്നും ഉണ്ടാവണമെന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഒരു കൺവിക്ഷനാണ്. നിങ്ങളുടെ കലയെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ അർത്ഥത്തിൽ നിങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായ സിനിമകൾ ഉണ്ടാകുന്ന, എല്ലാ ധാരയിലും പെട്ട മനോഹരമായ സിനിമകൾ ഉണ്ടാകുന്ന സ്ഥലമാണ്. അവിടെ എല്ലാവർക്കും ഒരു സ്പേസ് ഉള്ള സ്ഥലമാണ്. ആ സ്പേസ് നിങ്ങൾ സ്വയം കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. ഒരിക്കൽ കൂടി ഈ LK ഫൗണ്ടേഷൻ്റെ ഇത്തരത്തിലുള്ള ഒരു ഇനിഷ്യേറ്റീവിന് ഇത്ര മനോഹരമായ ഒരു ഫസ്റ്റ് എഡിഷൻ ഇത്രയേറെ ആൾക്കാരെയൊക്കെ കൂട്ടി ഇത്ര മനോഹരമായിട്ട് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചെറിയൊരു കാര്യമല്ല. അതിന് രാജേഷിനും കൂടെയുള്ള എല്ലാ ടീമിനും തീർച്ചയായിട്ടും ഒരു വലിയ അഭിനന്ദനങ്ങൾ കൂടി കടക്കണം. പൊതുവെ എനിക്കറിയാം, ഫീച്ചർ ഫിലിം പോലും ഒരുപക്ഷെ ആർട്ടിസ്റ്റിക്കായിട്ടുള്ള ഫീച്ചർ ഫിലിംസിന് പോലും ഒരു വലിയൊരു ഇൻഡിപെൻഡൻറ്റ് ഫെസ്റ്റിവലുകളൊക്കെ സാധ്യമല്ലാത്തൊരു നാടാണ് കേരളം. നമ്മൾ ഈ കേരളം എന്നൊക്കെ പറയുമ്പോഴും ഈ പറയുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള സ്പേസുകൾക്ക് എത്രമാത്രം ഒരു ഇടം കിട്ടുന്നു എന്നുള്ളത് സംശയിക്കപ്പെടേണ്ട ഒരു സ്ഥലം തന്നെയാണ്. നിങ്ങളൊരു പൊളിറ്റിക്കലായ ഒരു സിനിമ എടുത്താൽ, നിങ്ങളൊരു ആർട്ടിസ്റ്റിക്കായിട്ടുള്ള ഒരു സിനിമ എടുത്താൽ അതിനെ എത്രമാത്രം അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമാണ്. അവിടെയാണ് നിങ്ങളൊരു സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, അവിടേക്കാണ് നിങ്ങൾ കടന്നു കയറാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു മുന്നോട്ടുള്ള നിങ്ങളുടെ പോക്ക് ഒരു പൂക്കൾ നിറഞ്ഞ പാതയല്ല, അത് മുള്ളുകൾ നിറഞ്ഞ പാത തന്നെയാണ്. പക്ഷേ അത് കടക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് കടന്നു പോകാൻ പറ്റുകയുള്ളൂ. അതിനുള്ള ഒരു മനധൈര്യം നിങ്ങൾക്കുണ്ടാവട്ടെ, അതിനുള്ള ഒരു കൺവിക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. അതിന് അത്തരത്തിലുള്ള സിനിമകൾ നിങ്ങൾ കൂടുതലായിട്ട് കാണുവാനും പഠിക്കുവാനും ഒക്കെ നിങ്ങൾക്ക് അവസരം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഒരു ഉദ്ഘാടനത്തിന് ഒരുപക്ഷെ ഹോബമിനെ വിളിച്ചത് അദ്ദേഹത്തിൻ്റെ സിനിമകൾ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ തന്നെ ബെർലിൻ ചലച്ചിത്രമേളയിൽ പനോരമ വിഭാഗത്തിലൊക്കെ തിരഞ്ഞെടുത്ത സിനിമയാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പൊളിറ്റിക്സ് സംസാരിക്കുന്നതാണ്. മണിപ്പൂർ പോലെയുള്ള ഒരു സ്ഥലത്ത്
നിന്ന് അങ്ങനെ ഒരു ഫിലിം മേക്കർ ഉണ്ടാവുക എന്ന് പറയുന്നതിന് ഒരു ചെറിയ കാര്യമൊന്നുമല്ല. നമ്മളൊക്കെ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക അന്തരീക്ഷത്തിൽ നമുക്കൊക്കെ വളരെ ഈസി ആയിട്ട് സിനിമ എടുക്കാവുന്ന ഒരു അന്തരീക്ഷമാണ്. പക്ഷേ മണിപ്പൂർ പോലെയുള്ള പൊളിറ്റിക്കലായിട്ടുമൊക്കെ വളരെ എന്താ പറയുക ഒരു അസ്ഥിരമായ ഒരു സ്ഥലത്ത് നിന്ന് വളരെ പൊളിറ്റിക്കലായിട്ട് സിനിമയെ സമീപിക്കുക, അതിനെ ആർട്ടിസ്റ്റിക്കായിട്ട് സിനിമയെ സമീപിക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. സോ ഐ എം ഹാപ്പി ടു സേ ദാറ്റ് ഹി ഈസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. വി മെറ്റ് വെരി ലോങ് ഫ്രണ്ട്ഷിപ്പ് വി ടുഗദർ. എത്രയോ കാലങ്ങളായിട്ട് ഞങ്ങൾ പരസ്പരം പല മേളകളിലും കാണുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാളെ തന്നെ ഈ ഒരു മേളയുടെ ഉദ്ഘാടനത്തിന് നിങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു രാജേഷ് നൽകുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ്. ഈ ഒരു ചലച്ചിത്ര മേളയുടെ ഒരു ആർട്ടിസ്റ്റിക് ആൻഡ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. നിങ്ങളൊക്കെ ഭാവിയിൽ നല്ല സിനിമകൾ എടുത്തിട്ട് മലയാളത്തിൻ്റെയും ഇന്ത്യയുടെയും ഒക്കെ യശസ് ലോക രാജ്യങ്ങൾക്ക് മുമ്പിലും ഒക്കെ കൂടുതൽ കൊണ്ടിരുന്ന കരുത്തുറ്റ ഫിലിം മേക്കേഴ്സ് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. Thank you so much, sir.